ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് തൈര്. ശരീരത്തിന് ഇത് ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് ഘടകം ദഹനനാളത്തിന്റെ തകരാറുകൾക്ക് പരിഹാരം നൽകുന്നു. ശരീരത്തിന് തണുപ്പ് നൽകാൻ തൈര് സഹായിക്കുന്നു. മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പാലിനേക്കാൾ വേഗം ദഹിക്കുന്നതാണ്. ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളുടെ എണ്ണവും തൈരിൽ കൂടുതലുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കും, മലബന്ധം ഒഴിവാക്കുകയും ചെയ്യും. കാൽസ്യം, വിറ്റമിൻ ഡി, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള തൈര് ദിവസത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം. ചില ഭക്ഷണത്തിനൊപ്പം തൈര് ചേർത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. തൈരിനൊപ്പം സാധാരണയായി നമ്മൾ ചേർത്ത് കഴിക്കുന്ന ഒന്നാണ് ഉള്ളി. നിങ്ങൾ ഉള്ളി റൈത്ത ആസ്വദിക്കുന്ന ആളാണെങ്കിൽ ഇത് മാറ്റി ചിന്തിക്കാൻ സമയമായി. ഉള്ളി ശരീരത്തെ ചൂടാക്കും, അതേസമയം തൈര് തണുപ്പിക്കും. ഈ അസന്തുലിതാവസ്ഥ ദഹന പ്രശ്നങ്ങൾക്കൊപ്പം എക്സിമ, മുഖക്കുരു തുടങ്ങിയ ചർമ്മാവസ്ഥകളെ വഷളാക്കും. മാമ്പഴം തൈരിനൊപ്പം ചേർക്കരുത്. മാമ്പഴം തൈരുമായി യോജിപ്പിച്ചാൽ ശരീരത്തിന് ഒരേ സമയം ചൂടും തണുപ്പും ലഭിക്കും. ഈ മിശ്രിതം ചർമ്മ പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇടയാക്കും. വറുത്തതോ എണ്ണമയമോ ഉള്ള ഭക്ഷണങ്ങളുമായി തൈര് ജോഡിയാക്കുന്നത് ദഹനത്തെ മന്ദഗതിയിലാക്കും. ഇത് പകൽ വെർട്ടിഗോ, ക്ഷീണം എന്നിവയ്ക്കൊപ്പം വയറുവേദന അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക്